പ്രിയമുള്ളവരെ നമസ്കാരം. ഇങ്ങനൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പലർക്കും വരും തലമുറക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയാണ് നമ്മുടെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ. അതെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിൽ പോർബന്തറിൽ അദ്ദേഹം ജനിക്കുന്നത്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായിട്ട് അദ്ദേഹം ജനിച്ച് ഈ ലോകത്തേക്ക് വീഴുമ്പോൾ നമുക്കറിയാം, ഇന്ന് കാണുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വരെ കാരണഭൂതരായിട്ടുള്ള അദ്ദേഹം ഇന്നും ലോകത്ത് രാഷ്ട്രപിതാവായി കത്തിജ്വലിച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, അനേകം മഹാന്മാരെ സ്വാധീനിച്ച ഈ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അഹിംസയിലൂടെയായിരുന്നു. ഒരു ആയുധമെടുക്കാതെ, ഒരു മറ്റുള്ള തർക്കങ്ങളിലൊന്നും പ്രകടമാക്കാതെ, വളരെ സത്യത്തിലും നീതിക്കും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശാലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ ഇന്ത്യ എന്ന മഹാഭാരതത്തിന്റെ നെടുന്തൂണായി വളരെ വലിയ ദേശാഭിമാനികളിൽ ഉന്നതനായി ഈ ഗാന്ധി നിൽക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഒരാൾക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അത്രത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസതയും മറ്റുള്ള എല്ലാ കർമ്മങ്ങളിലും അദ്ദേഹം നീതി പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. നോക്കൂ നിങ്ങൾ, അവസാനം അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന് 1948 ജനുവരി 30 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തീവ്രവാദിയായ ഗോഡ്സെയുടെ കരങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ വെടിയുയർത്തി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു.